ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി. ഇന്ന് ഞാൻ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാനില സ്പഞ്ച് കേക്കാണ്. എല്ലാ കേക്കിനും ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പഞ്ച് കേക്കാണിത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് നന്നാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എഗ്ഗ്, ബേക്കിംഗ് പൗഡർ, വിനെഗർ, വാനില എസൻസ്, പൊടിച്ച പഞ്ചസാര, മൈദ, പാല്, ഓയിൽ, ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തത്. അതൊന്ന് ബട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. നോർമലി ഒരു 1 kg കേക്കൊക്കെ ഉണ്ടാക്കാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓയിൽ ചെയ്ത് അല്ലെങ്കിൽ ബട്ടർ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 3 മീഡിയം സൈസുള്ള എഗ്ഗാണ് യൂസ് ചെയ്തത്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം യൂസ് ചെയ്യാൻ. മീഡിയം സൈസ് ആണെങ്കിൽ 3 എഗ്ഗ് എടുക്കുക, ലാർജ് ആണെങ്കിൽ 2 എഗ്ഗ് എടുത്താൽ മതി. നാട്ടിലൊക്കെ നോർമലി നമുക്ക് മീഡിയം സൈസുള്ള എഗ്ഗ് ആയിരിക്കും കിട്ടുക, അപ്പം 3 എഗ്ഗ് എടുത്താൽ മതിയാവും. ലാർജ് ആണെങ്കിൽ 2 എണ്ണം മതി. ഇനി അതിൻ്റെ വൈറ്റും യെല്ലോവും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി എഗ്ഗ് വൈറ്റിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കാം, സുർക്ക ചേർത്ത് കൊടുക്കാം. വിനെഗർ ചേർത്ത് ആ എഗ്ഗി സ്മെല്ല് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനെഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എഗ്ഗ് വൈറ്റ് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിൽ തന്നെ വേണം ബീറ്റ് ചെയ്യാൻ. പഞ്ചസാര മുഴുവനായിട്ട് അലിയുന്നത് വരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്യാം. പഞ്ചസാര മുഴുവനായിട്ട് അലിയുന്നത് വരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര എഗ്ഗിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടിക്കൊടുക്കാം. കുറച്ചായിട്ട് ബീറ്റിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ഒറ്റയടിക്ക് നമ്മൾ ഹൈ സ്പീഡിൽ കൊണ്ടുപോകാൻ പാടില്ല. കുറച്ചായിട്ട് വേണം ബീറ്റിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ. അതേപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ പണിയൊന്നും ചെയ്യാൻ പാടില്ല, ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതാ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പീക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബീറ്റർ മാറ്റി വെക്കാം. നേരത്തെ എടുത്ത് വെച്ച എഗ് യോക്സ് നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. എഗ് യോക്കിൻ്റെ മിക്സ് എഗ് വൈറ്റിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റില ഉപയോഗിച്ചിട്ടോ ചെയ്യാം. ഒറ്റൊരു ഡയറക്ഷനിലേക്ക് മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാ ഭാഗത്തേക്കും തലങ്ങും വിലങ്ങും ചെയ്യരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം വാനില ഫ്ലേവർ ആവുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്താം, അല്ലെങ്കിൽ ഓറഞ്ച് എസൻസ് ചേർത്താം. അങ്ങനെ ഏത് എസൻസ് വേണമെങ്കിലും ചേർത്താം. ഇനി ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദേൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ കുറച്ചായിട്ട് എഗ്ഗിൻ്റെ മിക്സിയിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വട്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് മൈദേൻ്റെയും ബേക്കിംഗ് പൗഡറിൻ്റെയും മിക്സ് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ബാക്കി വരുന്ന മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ചേർത്താൽ നമുക്ക് മിക്സ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് 2 വട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം, യോജിപ്പിച്ചെടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒറ്റൊരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് നമ്മൾ ഇലക്ക് യോജിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ നല്ല സ്പീഡിൽ ചെയ്യാനും പാടില്ല, സ്ലോ ആയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ കേക്കിൻ്റെ ആ മോയ്സ്ചറൊക്കെ പോയിട്ട് കേക്ക് പരന്ന് കിടക്കും. നല്ല പൊങ്ങി വരണമെങ്കിൽ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ കിടന്ന എയറൊക്കെ അവിടെ തന്നെ കിടക്കണം. ഇനി 2 ടേബിൾ സ്പൂണ് പാലും 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഓയിലും പാലും ചേർത്തുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ആദ്യം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം അടുത്ത 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്താൽ മതി. ഇതുകൂടെ ചേർത്തിട്ട് കേക്കിൻ്റെ മിക്സിൽ യോജിപ്പിച്ചെടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ പാല് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ചേർത്താൻ. അപ്പോൾ ഇതാ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മളെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നേരത്തെ ഓയിൽ ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പോറബിൾ ആണ്, എന്നാൽ നല്ല ലൂസായിട്ടും കിടക്കാൻ പാടില്ല. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് പാറ്റ് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് വരെ മുകളിൽ നിന്ന് താഴത്തേക്ക് 2-3 വട്ടം ഇട്ട് കൊടുത്താൽ മതിയാവും. അത് എയർ ബബിൾസ് പോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഓവനിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. കേക്ക് ബേക്ക് ചെയ്ത ശേഷം അത് പിന്നെ ഓവനിൽ വെക്കാൻ പാടില്ല, പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റവ് ടോപ്പിലും ചെയ്യാം. 45 മിനിറ്റോളം ഒരു കുക്കറിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതാ കേക്ക് നല്ല വൃത്തിക്ക് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് നൈഫ് ഇല്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. നോർമൽ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൂല് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. 3 സ്ലൈസ് ആയിട്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. കേക്കിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നല്ല പഞ്ഞി കട്ട മാതിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.